അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങൾക്ക് വിജയത്തിൻ്റെ ചരിത്രം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഖാലിദ് ബിൻ വലീദിൻ്റെ ചരിത്രം പഠിക്കുക എന്നാണ് കവികൾ പറയാറ്. ജീവിതത്തിൻ്റെ ആദ്യകാലം അത്രയും ഇസ്ലാമിനെ തകർക്കാനും പ്രവാചകനെ വധിക്കാനും ഒരുമ്പെട്ടിറങ്ങിയ ഒരാൾ പിന്നീട് അങ്ങോട്ട് പ്രവാചകൻ്റെ ഏറ്റവും വിശ്വസ്തനായ സേനാനായകനായി മാറിയ സൈഫുള്ള എന്നറിയപ്പെട്ട ഖാലിദ് ബിൻ വലീദിൻ്റെ വീരേതിഹാസത്തിൻ്റെ ഒരു കഥയുണ്ട്. ജീവിതത്തിൽ ഇതുവരെ പരാജയം നുണയാത്ത താൻ നടത്തിയ യുദ്ധതന്ത്രങ്ങളിൽ മുഴുവനും ഇസ്ലാമിനെയും അല്ലെങ്കിൽ മറുഭാഗത്താണെങ്കിൽ ശത്രുക്കളെയും വിജയത്തിൻ്റെ വെന്നിക്കൊടിയിലേക്ക് നയിച്ച അത്രമേൽ യുദ്ധതന്ത്രജ്ഞനായ ഒരു പോരാളിയുടെ കഥ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഞരമ്പുകളിൽ രക്തം തിളപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ മനോഹരമായ പോരാട്ട വീര്യത്തിൻ്റെ കഥയാണിന്ന്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് പിതാവായ വലീദിൻ്റെ കഥ പറയണം. വലീദ് ബിൻ മുഈറ മക്കയിലെ അതിസമ്പന്നനായ ഒരു മനുഷ്യൻ. സമ്പത്ത് കൊണ്ട് മാത്രമല്ല, ഗോത്രമഹിമകൾ കൊണ്ടും കവിതകൾ കൊണ്ടും എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന അത്രമേൽ ഉന്നതനായ വ്യക്തിയായിരുന്നു വലീദ് ബിൻ മുഈറ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹം മുസ്ലിം ആയിരുന്നെങ്കിൽ എന്ന് പലവട്ടം ആഗ്രഹിക്കുകയും അദ്ദേഹത്തോട് പലപ്പോഴായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കാരണം അദ്ദേഹം മുസ്ലിമായി കഴിഞ്ഞാൽ ബനു മഖ്സൂം ഗോത്രക്കാർ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള സാധ്യത അത്രമേൽ ശക്തമായിരുന്നു. കാരണം വലീദ് ബിൻ മുഈറയുടെ സ്ഥാനം അത്രമേൽ ഉന്നതമായിരുന്നു മക്കക്കാർക്കിടയിൽ. ഓരോ വർഷവും കഅബയുടെ പരിപാലനം നടത്തുന്നത് ഒരു വർഷം മക്കക്കാർ മുഴുവനും സംഘടിച്ചിട്ട് നടത്തുമെങ്കിൽ അടുത്ത വർഷം അത് വലീദ് ബിൻ മുഈറ ഒറ്റക്കാണ് നടത്തുക. അത്രമേൽ സമ്പത്ത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, അത്രമേൽ വലിയ ബുദ്ധിശക്തിയും കവിതകളിലുള്ള പാഠവും വിജ്ഞാനവും ഒക്കെ സമ്മേളിച്ചതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവ് പ്രവാചകൻ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം പറയാൻ. ഒരിക്കൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് ഇദ്ദേഹം ഈ ദൗത്യത്തിൽ നിന്ന്, പ്രവാചകൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രബോധനത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഖുർആനിൽ നിന്ന് അല്പം ചില സൂക്തങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ നിമിഷത്തിൽ നിശ്ചലനായി പോവുകയാണ് വലീദ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കവിതകൾ കേട്ടിട്ടുണ്ട്, എന്നെക്കാൾ കവിത അറിയുന്ന മക്കയിൽ മറ്റാരുമില്ല എന്ന് എനിക്കറിയാം. പക്ഷേ മുഹമ്മദ് പറയുന്നത് കവിതയല്ല, അത് മറ്റെന്തോ ആണ്. ആ ഖുർആനിൻ്റെ അത്ഭുത പ്രതിഭാസത്തിൽ അദ്ദേഹം വീണുപോവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വാക്യം മക്കയിലുടനീളം ഒരു കാട്ടുതീ പോലെ പടരാൻ തുടങ്ങി. തൻ്റെ സ്വന്തം സഹോദരൻ ഹിശാം ബിൻ മുഈറയുടെ പുത്രനായ അബൂജഹൽ അത്ര വലിയ കൊടും ശത്രുവായിരിക്കെയാണ് പ്രവാചകനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഖുർആനിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഈ വലീദിൻ്റെ പരസ്യമായ പ്രഖ്യാപനം അദ്ദേഹത്തെ അത്രമേൽ ചൊടിപ്പിക്കുന്നുണ്ട്. അബൂജഹൽ നേരെ വരുന്നത് വലീദിൻ്റെ അടുത്തേക്കാണ്. നിങ്ങൾക്കിപ്പോൾ ചെലവിന് തരുന്നത് മുഹമ്മദ് ആയിരിക്കുമല്ലേ, മുഹമ്മദിൻ്റെ വിശ്വാസത്തിലായിരിക്കുമല്ലേ നിങ്ങളെങ്ങാനും മുഹമ്മദിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ ഗോത്രം മുഴുവനും, ബനൂ മഖ്സൂം ഗോത്രം മുഴുവനും നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ തുടങ്ങും, നിങ്ങളെ അവർ തള്ളിപ്പറയാൻ തുടങ്ങും, നിങ്ങളെ അവർ പരിഗണിക്കാതിരിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹൽ അദ്ദേഹത്തെ അത്രമേൽ പേടിപ്പിക്കുകയാണ്. തൻ്റെ ഗോത്രവും അഭിമാനവും ഒക്കെ ആലോചിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇസ്ലാമിൽ വിശ്വസിച്ചിട്ടൊന്നുമില്ല, പക്ഷേ നമ്മൾ ഈ പറയുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ, മുഹമ്മദ് പറയുന്നതിൽ എന്തോ സത്യമുണ്ട്, ഞാൻ കവിത അത്രമേൽ അറിയുന്ന ആളാണ്, മക്കയിലുണ്ടായിരുന്ന വലിയ കവിയായിരുന്നു വലീദ്, പക്ഷേ മുഹമ്മദ് പറയുന്നത് കവിതയല്ല. മാത്രമല്ല, അദ്ദേഹം ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു നടക്കുന്നു. ഭ്രാന്ത് എന്താണെന്ന് നമുക്കറിയാം, അദ്ദേഹം പറയുന്നത് ഭ്രാന്തല്ല എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. പിന്നീട് അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് നിങ്ങൾ വിമർശിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അബൂജഹലിനോട് സംസാരിക്കുന്ന വലീദിനെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നൊന്നുമില്ല, ബദറിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചു പോകുന്നുണ്ട്. കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ചെറിയ മകൻ ഖാലിദ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. സമ്പത്തിൻ്റെ ഈ കൊടുമുടിയിൽ ജീവിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് കച്ചവടത്തിലേക്കോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആ അവസരത്തിൽ പോലും തൻ്റെ സഹോദരന്മാരുടെ കൂടെയും ഉപ്പയുടെ കൂടെയൊക്കെ ഈ ഖാലിദ് എന്ന കൊച്ചുകുട്ടി പല നാടുകളിലേക്കും കച്ചവട കാരവാൻ്റെ കൂടെ യാത്ര ചെയ്യും. എന്തിനാണെന്നല്ലേ, കച്ചവടത്തിലൊന്നും ഒരു താല്പര്യവുമില്ലാതിരുന്ന ഖാലിദ് ബിൻ വലീദ് ഈ കച്ചവട യാത്രകൾ നടത്തുന്നത്
മറ്റ് നാടുകളിലൊക്കെ പോയിട്ട് അവിടെയുള്ള പേർഷ്യക്കാരുടെയും റോമക്കാരുടെയും ഒക്കെ വീരേതിഹാസ ചരിത്ര കഥകൾ, അവരുടെ യുദ്ധത്തിൻ്റെയും ധീരതയുടെയും ഒക്കെ കഥകളും കെട്ടുകഥകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഖാലിദ് ബിൻ വലീദ് ഈ യാത്രകളൊക്കെ ചെയ്യുന്നത്. ചെറുപ്പകാലം മുതലേ അത്തരത്തിലുള്ള കഴിവുകളോട്, എല്ലാവിധ കഴിവുകളിലും നൈപുണ്യം നേടിയെടുത്തിരുന്നു. ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കാൻ, കുതിരപ്പുറത്ത് പോകാൻ, വാൾപ്പയറ്റിൽ തുടങ്ങിയ ഗുസ്തിയിൽ, മൽപ്പിടുത്തത്തിൽ, എല്ലാവിധ കാര്യങ്ങളിലും ശക്തനായ ഖാലിദ് ബിൻ വലീദ് അക്കാലത്ത് മക്കയിലെ എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമായിട്ട് മാറുകയാണ്. ഇങ്ങനെ ഒരുപാട് നാടുകളിലൂടെയൊക്കെ സഞ്ചരിക്കുകയും അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ യുദ്ധ തന്ത്രപരമായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇങ്ങനെ ഈ പഠനം വഴിയാണ് എന്ന് നമുക്ക് പിന്നീട് ചരിത്രം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് ബദർ യുദ്ധം സംഭവിക്കുന്നത്. ബദർ യുദ്ധത്തിൽ ഈ ഖാലിദ് ബിൻ വലീദിൻ്റെ സഹോദരനായ വലീദ് ബിൻ വലീദ്, അദ്ദേഹത്തിൻ്റെ പേരും വലീദ് എന്ന് തന്നെയായിരുന്നു. വലീദിനെ മുസ്ലിം സൈന്യം കീഴ്പ്പെടുത്തുന്നുണ്ട്, പിടിച്ചു വെക്കുന്നുണ്ട്. തടവ് പുള്ളിയായി അദ്ദേഹം പിടിക്കപ്പെടുകയാണ്. ഖാലിദ് ബിൻ വലീദ് യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആ പരാജയത്തിൻ്റെ തിക്ത ഭാവങ്ങളൊക്കെ കണ്ടിട്ട് അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് തന്നെ, മക്കയിലേക്ക് തന്നെ ഓടിപ്പോവുകയാണ്. തൻ്റെ പ്രമുഖരായ ഒരുപാട് നേതാക്കളെ ആ യുദ്ധത്തിൽ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് ചരിത്രത്തിൽ നടന്ന മുസ്ലിങ്ങളുടെ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ഈ തടവ് പുള്ളികളെ ചരിത്രത്തിൽ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സമീപനമാണ് അവരോട് നടത്തുന്നത്. അവരിൽ സമ്പന്നരായ ആളുകൾക്ക് പണം കൊടുത്തിട്ട് അവർക്ക് തിരിച്ചു പോകാം. പൈസ ഇല്ലാത്ത ആളുകളാണ് എങ്കിൽ അവരെ കൊണ്ട് എന്താണോ കഴിയുന്നത് നൽകിയിട്ട് പോവാം. ഒന്നുമില്ലെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട് തിരിച്ചു പോവാം. ഇനി അതുമില്ല എങ്കിൽ എഴുത്തും വായനയും അറിയുന്ന ആളുകൾക്ക്, മദീനയിലുണ്ടായിരുന്ന എഴുത്തും വായനയും അറിയാത്ത 10 വീതം ആളുകൾക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചിട്ട് തിരിച്ചു പോകാം എന്നൊക്കെയുള്ള വളരെ മനോഹരമായ വ്യവസ്ഥകൾ, ചരിത്രത്തിൽ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഇളവുകളാണ് യുദ്ധ തടവ് പുള്ളികളോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചിട്ടുള്ളത്. അന്നേ വരെ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട തടവ് പുള്ളികളോട് അങ്ങനെ ആയിരുന്നില്ല ആരും പെരുമാറിയിരുന്നത്. അവരെ നിഷ്കരണം വധിച്ചു കളയുക, സ്ത്രീകളെ അടിമകളാക്കി വെക്കുക, ബലാത്സംഗം ചെയ്യുക, ക്രൂരമായിട്ട് കൊന്നുകളയുക, കുട്ടികളെ പോലും നിഷ്കരണം വധിച്ചു കളയുക എന്നതൊക്കെയായിരുന്നു അത്ര കാലത്തോളം തടവ് പുള്ളികളോട് പെരുമാറിയിരുന്ന രീതി. അതിനെ അപ്പാടെ കീഴ്മേൽ മറിച്ചിടുകയായിരുന്നു പ്രവാചകനും ഇസ്ലാമിൻ്റെ സമാധാനത്തിൻ്റെ പാഠങ്ങളും. പക്ഷേ ഈ വലീദ് ബിൻ വലീദ് അത്യാവശ്യം മക്കയിലെ സമ്പന്നനായ മനുഷ്യനായതുകൊണ്ട് തന്നെ 4000 ദിർഹമാണ് അദ്ദേഹത്തിന് പകരം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്. അത് കൊടുക്കാൻ ഈ ഖാലിദ് ബിൻ വലീദ് തയ്യാറാവുമായിരുന്നു. കാരണം അത്രയും പണം അവരുടെ കയ്യിലുണ്ട്. ഇങ്ങനെ പണമുള്ള ആളുകളിൽ നിന്ന് വലിയ സംഖ്യ വാങ്ങിയിട്ട് തന്നെയാണ് ഈ തടവ് പുള്ളികളെ സൗജന്യമായിട്ട് അവർ വിട്ടയക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെ പട്ടിണിക്കിട്ട, ക്രൂരമായി പീഡിപ്പിച്ച, അവരെ നാട്ടിൽ നിന്ന് മാട്ടിയോടിച്ച് മനുഷ്യരെ വെറുതെ വിടേണ്ട ആവശ്യമേ ഇല്ല. എങ്കിൽ പോലും പ്രവാചകന്റെയും ഇസ്ലാമിൻ്റെയും ഒക്കെ സമാധാന പാഠങ്ങളാണ് അവരെ അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ഖാലിദ് ബിൻ വലീദും അബൂജഹലിൻ്റെ മകനായ ഇക്രിമ ബിൻ അബൂജഹൽ, അദ്ദേഹത്തിൻ്റെ മനോഹരമായ കഥയിലേക്ക് നമുക്ക് ഈ സീരീസിൽ തന്നെ കടന്നു വരാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഈ വലീദ് ബിൻ വലീദിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ പ്രവാചകനുമായിട്ടൊക്കെ സംസാരിക്കുന്നു. ആ പറഞ്ഞ സംഖ്യ 4000 ദിർഹം, വലിയ സംഖ്യയാണ് ആ കാലത്തത്. 4000 സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ട്, പ്രവാചകന് നൽകിയിട്ട് വലീദ് ബിൻ വലീദുമായിട്ട് എന്ത് ചെയ്യാണ്, ഇവർ തിരിച്ചു പോരുന്നു. അങ്ങനെ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ദുൽഹുലൈഫ എന്ന സ്ഥലത്തെത്തിയപ്പോൾ, ഇന്നത് ഇഹ്റാം കിട്ടുന്ന പോയിന്റാണ്. അങ്ങനെ ദുൽഹുലൈഫ സ്ഥലത്തെത്തിയപ്പോൾ ആ രാത്രി അവരവിടെ മയങ്ങി ഉറങ്ങുകയാണ്. അന്ന് രാത്രി അവിടെ തമ്പടിക്കുന്നു. അവിടെ രാത്രി ഉറങ്ങിയിട്ട് ബാക്കി യാത്ര ചെയ്യാമെന്നതായിരുന്നു തീരുമാനം. രാവിലെ ഉറങ്ങി എണീറ്റപ്പോൾ ഖാലിദ് ബിൻ വലീദ്, തൻ്റെ സഹോദരനായ വലീദ് ബിൻ വലീദിനെ അവിടെ കാണാനില്ല. എല്ലായിടത്തും പരതി നോക്കി. അദ്ദേഹത്തിന് അവിടെ ഒരു കത്ത് മാത്രം കിട്ടുന്നു. കത്തെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അത് ഇപ്രകാരമായിരുന്നു: പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരുമാറ്റത്തിലും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയിലൊക്കെ അത്രമേൽ ആകൃഷ്ടനായ ഞാൻ ഇസ്ലാം സ്വീകരിക്കുന്നു. ഞാൻ തിരിച്ച് മദീനയിലേക്ക് തന്നെ പോവുകയാണ്. എന്നെ അന്വേഷിച്ച് വരേണ്ടതില്ല എന്നതായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്ന ഉള്ളടക്കം. ഖാലിദ് ബിൻ വലീദിന് തൻ്റെ എല്ലാവിധ ക്ഷമയും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത്ര വലിയ സംഖ്യ അവനെ മോചിപ്പിക്കാൻ വേണ്ടി നൽകി. അത് കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വന്നപ്പോൾ മുസ്ലിമായിക്കൊണ്ട്, എൻ്റെ സഹോദരൻ മുസ്ലിമായി എന്നതിൻ്റെ അത്ര വലിയ സങ്കടം തന്നെയായിരുന്നു. ഇത്രയും പണം ചെലവാക്കിയിട്ട് അദ്ദേഹം തിരിച്ച് ഇസ്ലാമിലേക്ക് തന്നെ കടന്നുപോയി എന്നുള്ളത്. തടവ് പുള്ളികളോടുള്ള പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സമീപനമാണ്
കൊടിയ ശത്രുവായിരുന്ന ഈ വലീദ് ബിൻ വലീദിനെ പോലും ആ ഇസ്ലാമിൻ്റെ തീരത്തിലേക്ക് സ്നേഹത്തോടെ സ്വീകരിച്ചിരുത്താൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഇസ്ലാമിനും സാധിച്ചത് എന്ന് നമ്മൾ അടിവരയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സ്വഭാവ ഗുണങ്ങളും നമ്മുടെ സ്വഭാവ രീതികളുമൊക്കെയാണ് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ഇസ്ലാമിനെ പറ്റി നമ്മൾ നടത്തുന്ന പ്രഭാഷണങ്ങളെക്കാളൊക്കെ ഏറ്റവും ഉദാത്തമായി പ്രവർത്തിക്കാൻ പോകുന്നതെന്ന ബോധ്യം നമുക്ക് ആദ്യം ഉണ്ടാവണം. ഈ വലീദ് ബിൻ വലീദിൻ്റെ ഇസ്ലാമിക ആശ്ലേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രമേൽ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട്. കാരണം ഈ വലീദിനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്ലാമിലേക്ക് വന്ന പ്രവാചകനെ അത്രമേൽ അത് സന്തോഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ബദർ യുദ്ധത്തിൻ്റെ പ്രതികാര നടപടി എന്നോണം പിന്നീട് ഉഹുദിൻ്റെ യുദ്ധ വിളിയാളങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാവരും ശത്രുക്കൾ അവരുടെ പ്രതികാര ദാഹവുമായിട്ട് കാത്തിരിക്കുന്ന സമയം അബൂ സുഫിയാൻ യുദ്ധ നേതാവായിരിക്കെ 2 സംഘങ്ങളായിട്ടാണ് മുശ്രിക്കീങ്ങൾ അന്ന് യുദ്ധത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുന്നത്. അതിലൊന്നിൻ്റെ നേതാവ് ഈ ഖാലിദ് ബിൻ വലീദും മറ്റു ടീമിൻ്റെ ലീഡർ ഇക്രിമ ബിൻ അബൂജഹലുമായിരുന്നു എന്നുള്ളതാണ്. ഈ ഖാലിദ് ബിൻ വലീദ് എല്ലാവിധ തന്ത്രങ്ങളും ശക്തമായിട്ട് മനസ്സിലാക്കി വെക്കുന്നു. പക്ഷേ യുദ്ധത്തിൽ അവർക്ക് അടിപതറുന്നുണ്ട്. അവർ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. മുസ്ലിങ്ങളുടെ ആദർശത്തിൻ്റെ മേലിൽ അവർ പൊരുതി തുടങ്ങിയപ്പോൾ ശത്രുക്കൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതാവുന്നു. അവർ പിന്തിരിഞ്ഞോടുകയാണ് ചെയ്യുന്നത്. പക്ഷേ പിന്തിരിഞ്ഞോടുന്നതിനിടയിലാണ് മുസ്ലിങ്ങളുടെ ആ യുദ്ധത്തിൽ ഏറ്റവും ഐക്കൺ പോയിന്റ് ആയിട്ടുള്ള ഉഹുദിൻ്റെ മുകളിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർത്തിയ ആ 50 അമ്പെയ്ത്തുകാരെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുന്നത്. ആ അവസരത്തിൽ അദ്ദേഹം സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ്. യുദ്ധത്തിന് ശത്രുക്കളെല്ലാം തിരിച്ചോടി കഴിഞ്ഞപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമേ ഈ അമ്പെയ്ത്തുകാരോട് പറഞ്ഞിട്ടുണ്ട്, യുദ്ധം അവസാനിച്ച് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് വരെ നിങ്ങൾ അവിടെ നിന്നും ഇറങ്ങി വരരുത്. കാരണം ശത്രുക്കളെ ഏതു ഭാഗത്തു നിന്നും വരുന്ന ശത്രുക്കളെ അമ്പെയ്തി വീഴ്ത്തി കളയുക എന്നുള്ളത് ആ ഉഹദ് യുദ്ധത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ഏറ്റവും മികച്ച മുന്നേറ്റമായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ ശത്രുക്കൾ പേടിച്ച് പിന്മാറിയത്. യുദ്ധം അവസാനിച്ചു എന്ന് കരുതി പ്രവാചകൻ വിളിക്കുന്നതിന് മുമ്പ് തന്നെ നിയമത്ത് സ്വത്തുകൾ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഉഹുദ് മലക്ക് മുകളിൽ ഏൽപ്പിച്ചിരുന്ന 50-ൽ 40 ആളുകളും ഇറങ്ങിപ്പോയിരുന്നു. ആ തന്ത്രം, ആ അവസരം മുതലെടുക്കാൻ ഖാലിദ് ബിൻ വലീദിനെ പോലുള്ള യുദ്ധതന്ത്രജ്ഞർക്ക് ഒരു നിമിഷം പോലും പാഴാക്കേണ്ടി വന്നില്ല. ഉടനടി ഉഹുദ് മലയിൽ കയറി അവിടെ ഉണ്ടായിരുന്ന 10 പേരെയും വധിച്ചു കളഞ്ഞ് ആ ഭാഗത്തിലൂടെ ആ യുദ്ധക്കളത്തിലേക്ക് വീണ്ടും ശത്രുക്കൾ പ്രവേശിക്കുന്നു. ബാക്കിയുണ്ടായിരുന്ന ആളുകളെ മുഴുവനും കൊന്നുകളയുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും കൊല്ലപ്പെട്ടു എന്ന കിംവദന്തി യുദ്ധമുഖത്തിലേക്ക്, പോർക്കളത്തിലേക്ക് പറത്തിവിടുന്നു. ശേഷം പല മുസ്ലിങ്ങളും പേടിച്ചോടുകയാണ്. അങ്ങനെ ഈ ബദർ യുദ്ധത്തിന് ശേഷം ശക്തമായ ആത്മവിശ്വാസത്തോടെ വന്ന മുസ്ലിങ്ങൾ ഈ ഉഹുദ് യുദ്ധത്തിൽ പരാജയത്തോടെയാണ് തിരിച്ചു പോകുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് പ്രിയപ്പെട്ട മനുഷ്യരെ, ഹംസ റളിയല്ലാഹു അൻഹു അടക്കം, മിസ്അബ് ബിൻ ഉമൈർ അടക്കം പല പ്രിയപ്പെട്ട മനുഷ്യരെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നഷ്ടമാവുന്നത് ഉഹുദിലൂടെയായിരുന്നു. പ്രവാചകന്റെ മുൻപല്ല് പൊട്ടി, മറ്റു മുറിവുകൾ സംഭവിച്ചു, കാര്യമായ പരിക്കുകളും വേദനകളോടുകൂടെയാണ് ഉഹുദിൽ നിന്ന് മുസ്ലിം സൈന്യം മടങ്ങിപ്പോരുന്നത്. അതിൻ്റെ പിന്നിൽ ചാലക ശക്തിയായി പ്രവർത്തിച്ചിരുന്ന യുദ്ധതന്ത്രജ്ഞാനിയായിട്ടുള്ളത് ഈ ഖാലിദ് ബിൻ വലീദ് ആയിരുന്നു. പിന്നീട് ഖന്തക്കിൻ്റെ സമയത്തും ഹുദൈബിയ സന്ധിയുടെ അവസരത്തിലും മറ്റ് വേളകളിലൊക്കെയും മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധതന്ത്രങ്ങളുമായിട്ട് മുന്നിൽ നിൽക്കുന്നത് ഈ ഖാലിദ് ബിൻ വലീദാണ്. മുസ്ലിങ്ങളെ ഏത് സമയത്തും കൊന്നുകളയാനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി ഓരോ അവസരങ്ങളും കാത്തിരിക്കുകയും ചെയ്യുകയാണ് ഖാലിദ് ബിൻ വലീദ് എന്ന ധീരനായ ആ പോരാളി. അങ്ങനെ ഹുദൈബിയ സന്ധിക്ക് ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുസ്ലിങ്ങളുടെ ശക്തമായ വളർച്ചയൊക്കെ കണ്ടിട്ട് മക്കയിലുണ്ടായിരുന്ന ഒരുപാട് ശത്രുക്കൾക്ക് മുസ്ലിങ്ങളോട് അല്ലെങ്കിൽ പ്രവാചകനോട് ഒരു അടുപ്പം തോന്നുകയും അല്ലെങ്കിൽ അവരോട് സന്ധി സംഭാഷണങ്ങൾക്ക് വേണ്ടി തയ്യാറായൊക്കെ സമയത്താണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ, ചലനങ്ങൾ സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം കൊണ്ടായിരുന്നു തുടക്കം എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിച്ചെടുക്കുന്നത്. അദ്ദേഹം സ്വപ്നം കാണുന്നു, വരണ്ട് കിടക്കുന്ന കുടുസായ ഒരു പ്രദേശത്തിൽ നിന്നും അദ്ദേഹം പച്ചപ്പുള്ള ഒരു താഴ്വരയിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നത് അദ്ദേഹം ഒരു ദിവസം ഒരു രാത്രി സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെയാണ് പ്രവാചകരിലും ഇസ്ലാമിലൊക്കെ വിശ്വസിക്കാനും പഠിക്കാനൊക്കെ അദ്ദേഹം തുടങ്ങുന്നത്. ആ അവസരത്തിൽ ഈ വാർത്ത അറിഞ്ഞ അബൂ സുഫിയാൻ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്, കുറേശ്ശി അംഗങ്ങളൊക്കെ ആയിട്ട്. ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ കേൾക്കുന്നത് സത്യമാണോ, നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കാൻ പോവുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പേടിപ്പിക്കുകയാണ് അദ്ദേഹത്തെ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അവരോട് മറുപടി പറയുന്നുണ്ട്, അതെ ഞാൻ മുസ്ലിം ആവാൻ പോവുകയാണ്, നിങ്ങൾ എന്താണ് എന്നെ ചെയ്യുക എന്ന് അവരോട് തിരിച്ചു ചോദിക്കുകയാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആണ് ഇത് പറയുന്നതോടുകൂടെ അബൂ സുഫിയാൻ സംഘങ്ങൾ ഒന്നും പറയാതെ അവർ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ആ ഒരു കാലത്തിന് ശേഷം
ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മക്കയിൽ നിന്ന് എന്ത് ചെയ്യാണ്, മദീനയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അള്ളാഹു ഇട്ട് കൊടുക്കുന്ന ഒരു സമാധാനത്തിൻ്റെ, സമാശ്വാസത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു ഇസ്ലാം നടത്തുന്ന, പ്രവാചകൻ നടത്തുന്ന ആ ഒരു മുന്നണിയിലേക്ക് ചേരാനുള്ള അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഹിദായത്തിൻ്റെ വലിയൊരു വാതിൽ അവിടെ തുറന്നു കൊടുക്കുകയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ ഈ ഖാലിദ് ബിൻ വലീദ് എന്ത് ചെയ്യുന്നു, മദീനയിലേക്ക് പുറപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അംറു ബിൻ ആസും ഉസ്മാൻ ബിൻ ത്വൽഹയും കൂടെ ഉണ്ടായിരുന്നു ആ യാത്രയിൽ. അങ്ങനെ അവർ 3 പേരും, ശത്രുപക്ഷത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 3 ആളുകൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് പുറപ്പെടുകയാണ്. ഉസ്മാൻ ബിൻ ത്വൽഹയുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. നമ്മൾ തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. കഅബയുടെ താക്കോല് സൂക്ഷിപ്പുകാരനായിരുന്ന അദ്ദേഹം ഈ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ അബൂ സുഫിയാന് പറഞ്ഞു കൊടുക്കുന്നത്, കഅബയിൽ പോയിട്ട് അള്ളാഹുവിനെ പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ ആരാധിക്കാനൊക്കെ തുടങ്ങുന്നത് അബൂ സുഫിയാന് കൊണ്ടുപോയി പറഞ്ഞു കൊടുക്കുന്നത് ഈ ഉസ്മാൻ ബിൻ ത്വൽഹയാണ്. കാരണം അദ്ദേഹം കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായിട്ട് അവിടെ ഇരിക്കെ അദ്ദേഹമാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഇവർ 3 പേരും മദീനയിലേക്ക് എത്തുന്നു. ചരിത്രം നമ്മോട് പറയുന്നുണ്ട്, അവസാനത്തെ 3 മുഹാജിറീങ്ങളായിരുന്നു ഈ 3 പേരെന്ന്. ഇവർക്ക് ശേഷം പിന്നീട് ആരും പലായനം ചെയ്ത് അവിടേക്ക് എത്തിയിട്ടില്ല, മക്കയിൽ നിന്ന് മദീനയിലേക്ക്. പക്ഷേ ഫത്തുൽ മക്കയാണ് പിന്നീട് നേരെ നടക്കുന്നത്. പ്രവാചകൻ ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ പിന്നീട് ഏറ്റവും അവസാന ചരിത്രത്തിൽ നടന്ന ഏറ്റവും അവസാനത്തെ 3 മുഹാജിരികളായിരുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവും അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ബിൻ ത്വൽഹയും. പിന്നീട് ചരിത്രം അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് ഖാലിദ് ബിൻ വലീദ് സലാം പറഞ്ഞിട്ട് തുടങ്ങുന്നു, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്യധികം സന്തോഷത്തോടുകൂടെ, പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സലാമിന് മറുപടി പറയുന്നു. അവരെ 3 പേരെയും വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചിരുത്തുകയാണ്. കാരണം ഇസ്ലാമിൻ്റെ യുദ്ധതന്ത്രങ്ങൾക്ക് പുതിയൊരു മേൽവിലാസമാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അവിടെ തുന്നിച്ചേർക്കുന്നത്. ശക്തനായ, ധീരനായ, ഇസ്ലാമിൻ്റെ പല യുദ്ധ പരാജയങ്ങൾക്കും കാരണം എതിർ സ്ഥാനത്ത് ഈ ഖാലിദ് ബിൻ വലീദ് ഉണ്ടായിരുന്നു എന്നതാണ് എന്ന് പ്രവാചകന് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഖാലിദ് ബിൻ വലീദ് തങ്ങളുടെ പക്ഷത്ത് ചേരുന്നത് പ്രവാചകനും ഇസ്ലാമിനൊക്കെ വളരെ ശക്തി പകരും എന്നുള്ളത് തന്നെയായിരുന്നു ആ വലിയ സന്തോഷത്തിൻ്റെ പിന്നിലുള്ള കാരണം. അങ്ങനെ ആദ്യമായിട്ട് ഖാലിദ് ബിൻ വലീദ് പ്രവാചകനോട് സംസാരിക്കുന്നുണ്ട്. പ്രവാചകരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്കെതിരെ ഒരുപാട് പട നയിച്ചിട്ടുള്ളതാണ്, ഒരുപാട് പോരാടിയിട്ടുള്ളതാണ്, നിങ്ങളെ കൊന്നുകളയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം പുറത്തു തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നതായിരുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് പ്രവാചകനോട് പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത്, നബിയെ, എപ്പോഴാണ് അടുത്ത യുദ്ധം, എപ്പോഴാണ് അടുത്ത സംഘടനം, എനിക്ക് ഇസ്ലാമിന് വേണ്ടിയിട്ട് പോരാടാൻ അത്യധികം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്ലാമിലേക്ക് കടന്നു വന്നുടനെ ഖുർആൻ പഠിക്കുകയോ ഹദീസ് പഠിക്കുകയോ അതോ മതവിധികൾ പഠിക്കുകയോ ഒന്നും ആയിരുന്നില്ല. ഇത്രയും കാലം ഞാൻ ഇസ്ലാമിനെതിരെ പോരാടി അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പം ഞാൻ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അതിൻ്റെ മേലുവിലാസം ഉയർത്തിക്കെട്ടാൻ, അതിൻ്റെ വിജയക്കൊടി ആകാശത്തിലേക്ക് പറിച്ചു കെട്ടാൻ എന്നെ കൊണ്ടാവുന്ന വിധത്തോളം ഞാൻ പോരാടുക എന്നുള്ളതായിരുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലുണ്ടായിരുന്ന ഉദ്ദേശ്യം. ഓരോ സഹാബിമാരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോഴും അങ്ങനെയാണ്. ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ചാണ് ദീനിന് സംഭാവനകൾ ചെയ്യുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അലി റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ പണ്ഡിതന്മാരായ സഹാബിമാർ അവർ അത്തരത്തിലാണ് ദീനിന് സംഭാവനകൾ ചെയ്യുന്നത്. ഈ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആകട്ടെ, ഹംസ റളിയല്ലാഹു അൻഹു ആകട്ടെ, ഇവരൊക്കെ കായികപരമായ അല്ലെങ്കിൽ യുദ്ധത്തിലാണ് അവരുടെ ഈ സംഭാവനകളും നേട്ടങ്ങളൊക്കെ അവർ ദീനിന് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം. സമ്പത്തുള്ളവർ ആ തരത്തിൽ ദീനിന് സംഭാവന ചെയ്യുന്നു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്ത് അദ്ദേഹം കാര്യമായിട്ടുള്ള ഇതുപോലെയുള്ള വൈജ്ഞാനികമായ ഒരു മുന്നേറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടത്തുന്നില്ല. അദ്ദേഹത്തിന് സദാ ഈ ഇസ്ലാമിന് വേണ്ടിയിട്ട് പോരാടുക, അതിനു വേണ്ടിയിട്ട് ജീവൻ ത്യജിക്കുക വേണ്ടി വന്നാൽ പോലും ഒരു പ്രശ്നമല്ല എന്ന തരത്തിലായിരുന്നു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപനങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആഗ്രഹം പോലെ തന്നെ കൃത്യം 2 ആഴ്ചകൾക്ക് ശേഷം ഇസ്ലാമിലേക്ക് വന്ന് കൃത്യം 2 ആഴ്ച തീർന്നപ്പോഴേക്കും മുഅ്ത യുദ്ധത്തിൻ്റെ വെളിയാളങ്ങൾ വരുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു 3000 സംഘങ്ങൾ അടങ്ങുന്ന ഒരു സൈന്യത്തെയാണ് അന്ന് ബൈസന്റീനിക്കെതിരെ, റോമ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്. ആദ്യമായിട്ട് പ്രവാചകൻ അതിൻ്റെ ലീഡറായിട്ട് നിയോഗിക്കുന്നത് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെയാണ്, തൻ്റെ സ്വയം വളർത്തുപുത്രനെ. അദ്ദേഹം പ്രവാചകൻ പറയുന്നുണ്ട്, സെയ്ദ് ബിൻ ഹാരിസ് എങ്ങാനും യുദ്ധത്തിൽ കീഴ്പ്പെടുത്തു കഴിഞ്ഞാൽ, അദ്ദേഹം എങ്ങാനും മരണപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തായിട്ട് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ, തൻ്റെ സ്വന്തം സഹോദരനെ പോലെ വളർന്ന ആളാണ് ജാഫർ ബിൻ അബി ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ സഹോദരനായിട്ട് വരുന്ന.
അവരെ നിങ്ങൾ എന്ത് ചെയ്യണം, നേതാവാക്കണം. അവരും പോയി കഴിഞ്ഞാൽ അബ്ദുല്ലാഹ് ഇബ്നു റവാഹിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നേതാവാക്കി മാറ്റേണ്ടത്. അവരും യുദ്ധത്തിൽ വീണ് കഴിഞ്ഞാൽ മൂന്നാമതൊരാളെ നിങ്ങൾ തീരുമാനിക്കുകയും നേതാവാക്കുകയും വേണം, പതാകവാഹകരായിട്ട് അവരെ നിയോഗിക്കുക വേണം എന്നാണ് പറഞ്ഞത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി, ഈ 3 പേരും യുദ്ധത്തിൽ ഷഹീദാവേണ്ടവരാണ്. ഈ യുദ്ധത്തിൽ നിന്ന് അവർ തിരിച്ചു വരേണ്ടവരല്ല എന്നവർക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെ തൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഒരു വികാരാതീതമായ, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ സന്തോഷത്തോടു കൂടെ ഇസ്ലാമിന് വേണ്ടിയിട്ട്, ഷഹാദത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ 1,00,000-ഓളം വരുന്ന, തങ്ങളെക്കാൾ എത്രയോ ഇരട്ടി, വെറും 3000 ആളുകളാണ് മുസ്ലിങ്ങളുള്ളത്. മറുഭാഗത്ത് 1,00,000-ലേറെയുള്ള റോമൻ പട്ടാളക്കാരോടാണ് മുസ്ലിങ്ങൾ അന്ന് യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ യുദ്ധം തുടങ്ങി കുറച്ച് സമയത്തിന് ശേഷം സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഷഹീദാവുന്നു. ശേഷം നിയോഗിക്കപ്പെട്ട ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കീഴ്പ്പെടുന്നു. ശേഷം അബ്ദുല്ലാഹി ബിൻ റവാഹയും കീഴ്പ്പെട്ടതോടുകൂടെ സാബിത്ത് ബിൻ അർക്കം റളിയല്ലാഹു അൻഹു ആ ഇസ്ലാമിൻ്റെ കൊടിയും പിടിച്ചിട്ട് നേരെ ഓടി വരുന്നത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്കാണ്. ഇപ്പോൾ അത്രയും കാലം ശത്രുവായിരുന്ന ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഇസ്ലാമിൻ്റെ വിന്നിക്കൊടി കൈമാറിക്കൊണ്ട് സാബിത്ത് ബിൻ അർക്കം റളിയല്ലാഹു അൻഹു പറയുന്നു, ഇപ്പോൾ നിങ്ങളാണ് ഇതിന് ഏറ്റവും അർഹൻ, ഞങ്ങളെ ഈ യുദ്ധവിജയത്തിലേക്ക് നയിച്ചാലും. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അതിന് അർഹമല്ല. എന്നെക്കാൾ എത്രയോ മുൻപ് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് വേണ്ടി പോരാടിയ അത്രമേൽ വലിയ ഒരുപാട് മനുഷ്യരിവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ അവരെ നേതാവാക്കൂ, ഞാനതിന് അർഹനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിനയാന്വിതനായിട്ട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുകയാണ്. പക്ഷേ എല്ലാ മുസ്ലിങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നേതാവാകുന്നതിൽ നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് സാബിത്ത് അർക്കം റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ എല്ലാവരും ഹർഷവാരവങ്ങളോടുകൂടെ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. കൊടി കയ്യിലേറ്റെടുത്തോടുകൂടെ ആ മുസ്ലിം സൈന്യത്തെ എങ്ങനെയെങ്കിലും വിജയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ അന്ന് രാത്രി യുദ്ധം അന്നത്തോടെ അവസാനിച്ച് അടുത്തൊരു ദിവസത്തെ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ സൈന്യം മാത്രമേ മുസ്ലിങ്ങളുടെ പക്കത്തുള്ളൂ. ഒരുപാട് ആളുകൾ ഷഹീദായിട്ടുണ്ട്. മറുപുറത്ത് 1,00,000-ലേറെ സൈനികരുമുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന വേളയിൽ അതുപോലെ പരിഭ്രാന്തരായിട്ട് ഓടിപ്പോകാൻ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തയ്യാറായിരുന്നില്ല. ചെറു സഘങ്ങളായിട്ട് ആ സൈന്യത്തെ അദ്ദേഹം മാറ്റുകയാണ്. പല സമയത്ത് പല രീതിയിൽ പല ഭാഗങ്ങളിലൂടെ ആക്രമിക്കാൻ പറയുന്നു. റോമൻ പട്ടാളക്കാർ വിചാരിച്ചത് ഒരുപാട് ആളുകൾ കഴിഞ്ഞ രാത്രി ഇസ്ലാമിൽ സൈന്യത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കേവലം ആ വളരെ കുറഞ്ഞ സംഖ്യത്തെ തന്നെ പല ഭാഗങ്ങളിലൂടെ പല സമയത്തായിട്ട് ആക്രമിക്കാൻ വിട്ട പുതിയൊരു യുദ്ധതന്ത്രം കണ്ടുപിടിച്ച ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബുദ്ധി അവിടെ ആദ്യം മനോഹരമായിട്ട് പ്രയോഗിക്കുകയാണ്. അങ്ങനെയാണ് ആ യുദ്ധം കഴിഞ്ഞിട്ട് അവർ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോരുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും ആകട്ടെ മദീന പള്ളിയിൽ ഇരുന്നു കൊണ്ട് പ്രവാചകന്റെ വഹി മുഖേന ആ യുദ്ധ നീക്കങ്ങളെല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ പറയുന്നു, സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു വീണിട്ടുണ്ട്. ശേഷം ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിൻ്റെ കൈകളിലാണ് ഇപ്പോൾ കൊടികൾ, അദ്ദേഹവും വീണിട്ടുണ്ട്. ശേഷം അബ്ദുല്ലാഹ് റളിയല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് കൊടിയെത്തുന്നു. അദ്ദേഹവും യുദ്ധത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിൻ്റെ കയ്യിലേക്ക് കൊടിയെത്തിയപ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, ഇന്നഹു സൈഫും മിൻ സുയൂഫില്ലാ, അദ്ദേഹം അള്ളാഹുവിൻ്റെ വാളാണ്. അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും ഇസ്ലാമിൻ്റെയും ഒക്കെ ശക്തി പ്രഭവ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കാനുള്ള, അതിൻ്റെ വിജയക്കൊടി പറത്തിക്കെട്ടാനുള്ള വാളായിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ആ അവസരത്തിൽ പ്രകീർത്തിക്കുന്നതും പ്രശംസിക്കുന്നതും. ചരിത്രം അങ്ങനെ തുടർന്നു പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹദീസിലോ ഫിഖ്ഹിലോ ഖുർആനിലോ ഒക്കെ കാര്യമായ സംഭാവനകളൊന്നും തന്നെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. കേവലം ഒരു ഉടുമ്പിൻ്റെ ഹദീസാണ് പ്രബലമായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹദീസ് അവിടെ കാണുന്നത്. ഉടുമ്പിനെ നബിയെ തിന്നാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന അവസരത്തിൽ പ്രവാചകൻ പറയുന്നുണ്ട്, എനിക്കത് വേണ്ട, പക്ഷേ അത് ഹറാമൊന്നുമല്ല എന്ന് പറയുന്ന അവസരത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അത് തിന്നുന്നു എന്നൊരു ഹദീസ് നമുക്ക് സ്വഹീഹ് ബുഖാരിയിലൊക്കെ കാണാം. ആ ഒരു ഹദീസ് മാത്രമാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിൻ്റെ പേരിൽ നമ്മൾ കാണുന്നത്. 1-2 ഹദീസുകളും മറ്റതായിട്ട് ചരിത്രത്തിൽ വളരെ അപൂർവ ഹദീസുകൾ മാത്രം, 3-4 ഹദീസുകൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ പേരിലുള്ളൂ. പക്ഷേ ആ 4 വർഷത്തിൻ്റെ കീഴിൽ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് 50-ലധികം പോരാട്ടങ്ങൾക്ക് മുന്നിൽ കൊടിപിടിച്ച് ആ ഇസ്ലാമിനെ വിജയത്തിലേക്ക് നയിക്കാൻ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എന്ന ധീരനായ പോരാളിയുടെ, ഒരു കമാൻഡറുടെ റോൾ അദ്ദേഹം ഇസ്ലാമിന് വേണ്ടിയിട്ട് ചരിത്രത്തിൽ നയിക്കുന്നു എന്നുള്ളതാണ് ആ സ്വഹാബിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഫത്ഹ് മക്കയുടെ വേളയിലേക്ക് വരുമ്പോൾ അലി റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവ്വാം, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ഉബൈദ് ബിൻ ജറാഹ് തുടങ്ങിയ 4 പേരുടെ കീഴിലുള്ള ഓരോ സംഘങ്ങളായിട്ടാണ് മക്കയുടെ പല ഭാഗങ്ങളിലൂടെ മക്ക പട്ടണത്തിലേക്ക് അതിൻ്റെ വിജയപ്രഖ്യാപനവുമായിട്ട് മദീനയിൽ നിന്നുള്ള അത്രയും വലിയ സ്വഹാബി പട തന്നെ മക്കയിലേക്ക് വന്നണയുന്നത്.
വളരെ വലിയ സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു അത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബിലാൽ റളിയല്ലാഹു അൻഹുവും ആ കഅബക്കുള്ളിലേക്ക് കയറിക്കൊണ്ട് അവിടെ അവശേഷിക്കുന്ന വിഗ്രഹങ്ങളൊക്കെ തകർത്തെറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശേഷം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ വിളിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഉസ്സയുടെ പ്രതിമയെ തകർത്ത് കളയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അതിൻ്റെ പിന്നിൽ ഒരു ഫ്ലാഷ് ബാക്ക് കൂടിയുണ്ട്. ഉഹുദ് യുദ്ധ വിജയശേഷം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവും അബൂ സുഫിയാനൊക്കെ വന്നുകൊണ്ട് മുസ്ലിങ്ങളോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ആരാണുള്ളത് എന്ന്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയാൻ പറയുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നുണ്ട്, അല്ലാഹു മൗലാന വലാ മൗലാ ലക്കും, ഞങ്ങൾക്ക് അള്ളാഹു ആണുള്ളത് എന്ന് ഉച്ചസ്ഥലം അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. ആ അവസരത്തിൽ തന്നെയാണ് പിന്നീട് ഫത്ഹ് മക്കയുടെ വേളയിലേക്ക് വരുമ്പോൾ കഅബയിലുണ്ടായിരുന്ന ഉസ്സയുടെ പ്രതിമയെ തകർക്കാൻ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ തന്നെ പ്രവാചകൻ നിയോഗിക്കുന്നതും അദ്ദേഹം അത് തകർത്ത് കളയുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാലം അങ്ങനെ കടന്നു പോകുന്നു. ആ കാലയളവിൽ മുഴുവനും ഇസ്ലാമിനും പ്രവാചകൻ്റെയും ഏറ്റവും വലിയ ശക്തി പ്രഭവ കേന്ദ്രമായിട്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നിലകൊള്ളുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് പുത്തൻ ബാധ്യതകളോട് നടന്ന യമാമ യുദ്ധത്തിൽ ഇസ്ലാമിക സൈന്യത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ അതിൻ്റെ കമാൻഡറായിട്ട്, നേതാവായിട്ട് അബൂബക്കർ തങ്ങൾ നിയമിക്കുന്നത് ഈ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്തും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിലെല്ലാം ഈ യുദ്ധമുന്നണികൾക്ക് മുന്നിൽ നിൽക്കുന്നത് ഖാലിദ് റളിയല്ലാഹു അൻഹുവാണ്. പിന്നീട് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തിലേക്ക് വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ യുദ്ധത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ്. കാരണം ഖാലിദ് റളിയല്ലാഹു അൻഹുവാണ് നേതാവെങ്കിൽ ആ യുദ്ധം നമ്മൾ വിജയിക്കും എന്നൊരു പ്രതീതി, ഒരു യുദ്ധവും പരാജയപ്പെടാത്ത ചരിത്രമുള്ള ഖാലിദ് റളിയല്ലാഹുവിനെ പറ്റി കൂടെയുള്ള യുദ്ധത്തിന് പോകുന്ന മുസ്ലിങ്ങളൊക്കെ വിശ്വസിച്ച് വെക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ച് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസം യുദ്ധത്തിന് പോകുന്നവർക്ക് നഷ്ടപ്പെടും. അത് കാരണത്താൽ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ആ യുദ്ധത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. പക്ഷേ അത്രയും കാലം യുദ്ധ നേതാവായിരിക്കുന്ന അയാൾ പിന്നീട് യുദ്ധത്തിലേക്ക് സാധാരണ ഒരു പട്ടാളക്കാരനെ പോലെ പോരാടാൻ അദ്ദേഹത്തിൻ്റെ ഒരു അഹങ്കാരമോ ഒന്നും അവിടെ പ്രകടിപ്പിക്കുന്നില്ല. കാരണം സ്വഹാബത്തിന് കീഴിൽ അവരെല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം, അത് ദീനിൻ്റെ പ്രചരണമായിരുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അള്ളാഹുവിൻ്റെയും കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് അത് പറയുമ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടെ അത് സ്വീകരിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവും ശരീരപ്രകൃതിയിലും ധൈര്യത്തിലും ധീരതയിലൊക്കെ ഒരുപോലെ അറിയപ്പെട്ടിരുന്ന, സാമ്യതകൾ ഉണ്ടായിരുന്ന രണ്ട് മനുഷ്യരാണ് എന്നതുകൂടെ നമ്മളിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മരണവേളയിൽ അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുന്ന ചില വാക്യങ്ങളുണ്ട്. 100-ലധികം യുദ്ധങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ ശരീരം മുഴുവനും നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഓരോ ഇഞ്ചിലും ഒരു വാള് കൊണ്ട പാടോ, ഒരു കുന്തത്തിൻ്റെ പാടോ, അമ്പ് കയറിയ പാടുകളോ ഇല്ലാതെ എൻ്റെ ശരീരത്തിൽ ഒരു സ്ഥലം പോലും അവശേഷിക്കുന്നില്ല. എല്ലായിടത്തും ഇത്രയധികം യുദ്ധത്തിൽ പങ്കെടുത്ത് ഞാൻ നേടിയ മുറിവുകളും പാടുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു വയസ്സായ ഒട്ടകത്തെ പോലെ അതിൻ്റെ ആലയിൽ കിടന്ന് മരിക്കാനാണ് എൻ്റെ വിധി. അള്ളാഹു എനിക്ക് ഷഹാദത്ത് വിധിച്ചില്ല. ഒരു യുദ്ധത്തിൽ പോരാടി വീരമൃത്യു വരിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ വലിയൊരു സ്വപ്നം. അതിവിടെ നടക്കാതെ പോവുകയാണ്. ഒരു വൃദ്ധനായ ഒട്ടകം അതിൻ്റെ ആലയിൽ മരിക്കുന്നത് പോലെ ഞാനിതാ എൻ്റെ കട്ടിലിൽ കിടന്ന് മരിക്കാൻ പോവുകയാണ്. യാ വൈലത്ത എന്നോർത്ത് കരയുന്ന, ഷഹാദത്ത് നഷ്ടപ്പെട്ടതിൽ, ആ പ്രതിഫലം നഷ്ടപ്പെട്ടതിൽ, തൻ്റെ ധീരത പ്രകടിപ്പിക്കുന്നതിൽ ഷഹാദത്തിൻ്റെ വലിയ അവസരം തനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന വേദനയിൽ പെട്ട് കരയുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ സിറിയയിൽ വെച്ചുകൊണ്ടാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ആ വാർത്ത കേട്ടപ്പോൾ തേങ്ങി തേങ്ങി കരയുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്ലാമിക ചരിത്രത്തിൽ അത്രമേൽ മനോഹരമായ ധീരതയുടെ കഥകൾ തുന്നിച്ചേർത്ത ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചരിത്രത്തിലേക്ക്, അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ വീരേതിഹാസ ചരിത്രങ്ങളോ ആ വീരസാഹസ കഥകളോ നമ്മൾ ഇന്നും അത് പാടിപ്പുകയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ചരിത്ര കഥകൾ അള്ളാഹു അവരോടൊപ്പം നമ്മെ അവൻ്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം ഇതുപോലെ മനോഹരമായൊരു കഥയ്ക്ക് വേണ്ടി വീണ്ടും കാത്തിരിക്കുക എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.